പൂപ്പാറ കോരപ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ പടുതാക്കുളത്തിൽ 1.5 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മധ്യപ്രദേശ് സ്വദേശി ദശരഥിന്റെ മകൻ ശ്രേയസ് രാജാണ് മരിച്ചത്. സംഭവത്തിൽ ശാന്തമ്പാറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പൂപ്പാറ കോരമ്പാറയിലെ സ്വകാര്യ വ്യക്തിയുടെ ഏലത്തോട്ടത്തിലെ പടുതാക്കുളത്തിലാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. ഏലത്തോട്ടത്തിലെ ജോലിക്കാരനായ ദശരഥ് തോട്ടത്തിലെ ഷെഡിൽ കുട്ടിയെ ഉറക്കിക്കിടത്തിയ ശേഷം ജോലി ചെയ്യുകയായിരുന്നു. തിരികെ എത്തിയപ്പോൾ കുട്ടി ഷെഡിൽ ഇല്ലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഷെഡിനോട് ചേർന്നുള്ള പടുതാക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം, രാവിലെ കുട്ടിയുടെ അച്ഛൻ ഈ കുട്ടിയെ ഒരു ഷെഡിൽ കിടത്തി ഉറക്കിയിട്ട് പോയതാണെന്നും അദ്ദേഹം ഈ കുരങ്ങിനെ ഓടിക്കുന്ന ജോലിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ കുരങ്ങിനെ ഓടിക്കാൻ പോയിട്ട് തിരികെ ഏകദേശം ഒരു 11 മണിയോടെ വന്നു നോക്കുമ്പോൾ കുട്ടി അവിടെ ഇല്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷമാണ് എല്ലാവരും കൂടി അന്വേഷിച്ചപ്പോൾ പടുതാക്കുളത്തിൽ കുട്ടി വീണ് മരിച്ചു കിടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 1.5 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് മരിച്ചിട്ടുള്ളത്. അത് പോലീസ് ബാക്കി കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഉറക്കം കുട്ടി ഷെഡിന് മുന്നിലെ പടുതാക്കുളത്തിൽ അബദ്ധത്തിൽ വീഴുകയായിരുന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. ഇവർ നമ്മൾ പറയുന്നത് ഒരു കുട്ടി പടുതാക്കുളത്തിൽ വീഴുമെന്ന് അറിഞ്ഞാണ് ഓടി വന്നപ്പോഴത്തേക്കും ഞങ്ങളിവിടെ വരുമ്പോഴത്തേക്കും കുട്ടിയെ എടുത്തുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ ഈ ഇറങ്ങി വരുന്ന കൂട്ടത്തിൽ 2 പേര് പറഞ്ഞു ചെറിയ പൾസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആശുപത്രിയിലേക്ക് പോയെന്നാണ്. അപ്പോൾ ഇപ്പോൾ അറിയാൻ സാധിച്ചേക്കണമെന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ പോകുന്ന വഴിക്കോ ആശുപത്രിയിൽ വെച്ചോ കുട്ടിയുടെ ജീവൻ പോയെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ കുട്ടിയെ ഇവിടെ കാണുന്ന ഒരു ഷെഡാണ്. ആ ഷെഡിൽ ഉറക്കി കിടത്തിയിട്ട് എൻ്റെ അച്ഛൻ എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തോട്ട് കൊച്ചവിടുന്ന് ഇറങ്ങി വരുന്ന വഴി കാല് വേച്ച് വീണാകാനാണ് സാധ്യത. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ശാന്തമ്പാറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.